ഇറാനിയൻ കപ്പലുകളിൽ അഗ്നിഗോളം തീർത്ത് ട്രംപ്. കരാറില്ലെങ്കിൽ ഇറാനികളെ പച്ചയ്ക്ക് കത്തിക്കും. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയാണ് യുഎസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരക്കിട്ട് കരാർ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ട്രംപിനെ കൊണ്ടെത്തിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് മുന്നോട്ട് വെച്ചത് ട്രംപ്? ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ തിരക്കിട്ടൊരു കരാറിലെത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇരുപക്ഷവും ആവശ്യത്തിന് സമയമെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു കരാറിലെത്തണമെന്നും അതിൽ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല എന്നും എന്തുകൊണ്ട് ട്രംപ് കൂട്ടിച്ചേർത്ത് പറയുന്നു? മധ്യസ്ഥർക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനുമായിട്ടുള്ള കരാർ ഔദ്യോഗികമായിട്ട് പൂർത്തിയാക്കി ഒപ്പുവെക്കുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം പൂർണ്ണ ശക്തിയോടുകൂടി തുടരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതേസമയം അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളിലേക്ക് വീണ്ടും നീങ്ങുന്നതിന് ലോകം ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ചർച്ചകളിലെ പുരോഗതിയെ സ്വാഗതം ചെയ്ത് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അടക്കം രംഗത്തെത്തുകയും ചെയ്തു. ചർച്ചകളിൽ പുരോഗതി ഉള്ളതായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നുണ്ട്.